കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ പേടിച്ചേ, 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 അമ്മ പേടിച്ചേ. എന്റെ പൊന്നു വസു, എന്താ നിനക്ക് പറ്റിയ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? സോറി. ഇറ്റ്സ് ഓക്കെ. ടയർ പഞ്ചറായെന്നാ തോന്നുന്നത്. സ്റ്റെപ്പിന് മാറ്റിയിട്ടെ. അമ്മയും കൂടി പുറത്തിറങ്ങ്. ഈ സൈഡാ പഞ്ചറായത്. അമ്മേ, അച്ഛനെ ഹെൽപ്പ് ചെയ്യ്. എനിക്കെന്തറിയാനാടാ? ഏയ് സാരമില്ല, ഞാൻ മാറ്റിക്കോളാം. അയ്യോ അച്ഛ, അച്ഛന്റെ നെറ്റില് കരി പറ്റിയെന്നാ തോന്നുന്നേ. അമ്മേ, തുടച്ചു കൊടുക്ക്. പെട്ടെന്ന് തുടച്ചു കൊടുക്ക അമ്മേ. നെറ്റില് കരി പറ്റിയില്ലേ? അച്ഛൻ ആരെങ്കിലും ഒക്കെ കാണും. കണ്ട അത് കൊള്ളില്ലല്ലോ. പെട്ടെന്ന് തുടച്ചു കൊടുക്ക്. കാറില് ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടോ? വേണ്ട, ഇറ്റ്സ് ഓക്കെ. എന്തിനാ അമ്മ വേറെ തുണിയൊക്കെ? അമ്മയുടെ സാരിയില്ലേ, അത് വെച്ചങ്ങ് തുടച്ചു കൊടുക്ക്.
സോറി. ഉണ്ണിക്ക് വേണ്ടി മഞ്ഞിൽ മുങ്ങിപ്പൊങ്ങും പുലരികൾ എന്നും നിന്നെ കാണാൻ വരികയായി ചെല്ലക്കാറ്റ് തെന്നി പോവാതെ ഉള്ളിനുള്ളിൽ പെയ്യു പ്രണയമായി വിണ്ണിൻ സ്വപ്നം വന്നു പൊതിഞ്ഞിടവേ മണ്ണിൻ നീരൻ മൗനം മന്ദം മുല്ലപ്പൂവായി വന്നു മഞ്ഞിൽ മുങ്ങിപ്പൊങ്ങും പുലരികൾ എന്നും നിന്നെ കാണാൻ വരികയായി ചെല്ലക്കാറ്റ് തെന്നി പോവാതെ ഉള്ളിനുള്ളിൽ പെയ്യു പ്രണയമായി വിണ്ണിൻ സ്വപ്നം അമ്മേ, അഴുക്ക് തുടച്ചെഴുന്നില്ലേ? പിന്നെന്തിനാ ഇങ്ങനെ അച്ഛനെ നോയിക്കൊണ്ടിരിക്കുന്നേ? പൂവായി വന്നു അദ്ദേഹത്തിന്റെ നെറ്റിയല്ലേ ഞാൻ നോക്കാനുള്ളത്? എന്തിനാ കണ്ണില് നോയിക്കൊണ്ടിരുന്നേ? ശരിക്കാരി കുഴപ്പമോ? ഒരു മിനിറ്റ്, കൈ കഴുവണ്ടേ? താങ്ക് യു. നിങ്ങളുടെ താങ്ക്സിന് വേണ്ടിയിട്ടൊന്നും അല്ല, ഓൾറെഡി നെറ്റിയിൽ അഴുക്ക് പറ്റിയപ്പോ. എന്താ അച്ഛൻ നോക്കുന്നേ? അച്ഛന്റെ കൈ എവിടെ തുടയ്ക്കാന്നാണോ? അമ്മയുടെ സാരി ഉണ്ടല്ലോ, അതിൽ തുടച്ചോ. അമ്മേ, അമ്മയുടെ സാരി കാണിക്കച്ഛന്. കാണിക്കമ്മേ. എന്തിനാ അമ്മ ഇത്ര ലേറ്റ് ആക്കുന്ന? ഒന്ന് കൊടുക്ക്. സോറി, ഉണ്ണിക്ക് വേണ്ടി. അത് കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഞാനൊന്നും വിചാരിക്കില്ല. തുടച്ചോളൂ. താങ്ക്സ്. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും കുളിരലയായി മിഴി നനയും നിലവുകളിൽ പടവുകളിൽ കയറി വരും പകലൊളിയായി അച്ഛാ, ഇനി നമുക്ക് പോയാലോ? വന്നു കൈ നീട്ടുമോ ഇതുവരെ എന്നാ ശരി, കയറിക്കോ. പുതുമഴയായി ചിറകടിയായി ജനലരികിൽ കുറുകി വരും. എന്തായിട്ടാ ഇത്? വസു അഭിമാനം നേരത്തെ ഇവിടുന്ന് ഇറങ്ങിന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അവര് വന്നോളും സുശീല, നീ ധൃതി പിടിക്കാതെ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കുന്നേ. ഇപ്പൊ തന്നെ 4 പ്രാവശ്യം ഫോൺ ചെയ്തു. ഇനിയും ചെയ്താൽ നിനക്ക് ധൃതിയാണെന്ന് വിചാരിക്കില്ല, എനിക്ക് ധൃതിയാണെന്നായിരിക്കും കരുതുക. ഓ, അങ്ങനെ വിചാരിക്കോ? ആ, ഇനി അവര് വഴിയെങ്ങാനും മറന്നുപോയിരിക്കോ? നോക്ക്, എന്റെ വായിന്നൊന്നും കേക്കണ്ട.
നീയും ടെൻഷൻ അടിച്ച് എന്നെയും ടെൻഷൻ അടിപ്പിക്കാതെ. നോക്ക്, അവരിങ്ങി വന്നു. ഇനി ഏട്ടൻ ടെൻഷൻ ആവേണ്ട ഒരു കാര്യവുമില്ല. ഓ, എനിക്ക് ടെൻഷൻ ആണെന്നോ? ഇത്ര നേരം ടെൻഷൻ ആർക്കായിരുന്നു? സുഖാണോ അമ്മമ്മ? അമ്മമ്മ കണ്ടോ, അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ കാണാനായിട്ട് വന്നില്ലേ? വസു, വസു, നമസ്കാരം മോനെ. നമസ്കാരം അങ്കിൾ. നമസ്കാരം മോനെ. നമസ്കാരം ആന്റി. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എങ്ങനെയുണ്ട് വസു? എന്താ നീ ഇങ്ങനെ അങ്ങ് ക്ഷീണിച്ചു പോയേ? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മെലിഞ്ഞു പോവോ അമ്മേ? അമ്മയ്ക്ക് തന്നെ ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? അയ്യോ, അങ്കിൾ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഏയ് കുഴപ്പമില്ല മോനെ. പാടില്ല, ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്കിൾ ഏയ്, എടുക്കുന്നത്? അത് പ്രശ്നമില്ല മോനെ. മോനെ കൊണ്ട് ലഗേജ് എടുപ്പിച്ചാലേ എന്റെ ഭാര്യ എന്നെ കൊന്നുകളയും. വാ മോനെ, വാ ഉണ്ണി. എന്താ ഇത്ര ലേറ്റ് ആയേ? വരുന്ന വഴിക്ക് കാറിന് ടയറൊന്ന് പഞ്ചറായി. എന്താ, ടയർ പഞ്ചറായെന്നോ? ടയർ പഞ്ചറായതല്ലേ ഉള്ളൂ അമ്മേ. എന്തോ ആക്സിഡന്റ് ആയതുപോലെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. അങ്ങനെയൊന്നും പറയാതെ, ആരുടെ ദൃഷ്ടിയാണോ എന്തോ. ആ വന്നേ വന്നേ, വേഗം നിങ്ങൾ രണ്ടുപേരും ദൃഷ്ടി ഒഴിയണം. ആ, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ. കരിങ്കണ്ണ്, ചോരക്കണ്ണ്, നാട്ടിലുള്ളവരുടെ കണ്ണും എല്ലാ തരത്തിലുള്ള ദൃഷ്ടി ഒഴിഞ്ഞു പോട്ടെ. തുപ്പ്. മോനും തുപ്പിക്കോളൂ ഇതിലേക്ക്. സാരമില്ല, ഇത് നമ്മുടെ ആചാരമാ. തുപ്പിക്കോളൂ. ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ വരാമേ. ആദ്യം വലതുകാലി വെച്ച് അകത്തേക്ക് വന്നോളൂ.
ആ വസു റൂമിലേക്ക് കൊണ്ടുപോ. എന്താ അദ്ദേഹത്തിന് തന്നെ പൊക്കൂടെ? നിന്റെ റൂം എവിടെയാന്ന് അഭിമാൻ എങ്ങനെ അറിയും? നിശ്ചയത്തിന്റെ അന്ന് വന്നതല്ലേ? അതൊന്നും സാരമില്ല. ഇപ്പൊ നീ തന്നെ വിളിച്ചോണ്ട് പോണം. വന്നപ്പോ തൊട്ട് കാണോ ഓവറായിട്ട് അമ്മ കാണിക്കുന്നേ. പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. വരൂ. ഏട്ടാ, നമ്മുടെ വസുവിനെ അഭിക്കും നല്ല ചേർച്ചയുണ്ടല്ലേ? അവരെ എത്ര പ്രാവശ്യം കണ്ടാലും നിനക്ക് മതിയാവുന്നില്ലല്ലേ? എന്താ വസൂത് പോയതുപോലെ തന്നെ വേഗത്തിൽ തിരികെ വന്നേ? പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? ചായയോ കോഫിയോ വല്ലതും വേണമെന്ന് ചോദിക്ക്. അമ്മയ്ക്ക് തന്നെ പോയി ചോദിക്കാലോ. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചോളാം. നീ നിന്റെ ഭർത്താവിനോട് പോയി ചോദിക്ക്. പോയി ചോദിക്കാൻ. ദൈവമേ. കോഫി എടുക്കട്ടെ? വേറൊന്നും വിചാരിക്കരുത്. നല്ല ദാഹമുണ്ട്. കുറച്ച് വെള്ളം കൊണ്ടുവരാമോ? എന്താ വേണ്ട വസു? കോഫിയോ ടീയോ? ആദ്യം വെള്ളം, അത് കഴിഞ്ഞ കോഫി. ഏയ്, എന്താ നീ ചെയ്യുന്നേ? വെള്ളം എടുത്തോണ്ട് പോവാ. അത് തണുത്ത വെള്ളമല്ലേ? അത് കുടിച്ച അഭിമാന്റെ തൊണ്ട കേടാവില്ലേ? സാധാരണ വെള്ളം കൊടുത്താ മതി. ഞാനും വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കോ? എന്താ അമ്മ ഇത്രയ്ക്ക് ഓവറാക്കുന്നത്? ഞാനോ? പിന്നെ അമ്മയല്ലാതെ ഞാനാണോ? അല്ല, അന്ന് ഫോൺ സംസാരിച്ചോണ്ടിരുന്നപ്പോ കട്ട് ചെയ്ത് എന്തിനാ? എന്നിട്ട് പിന്നെയും വിളിക്കുമെന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് വിളിച്ചതില്ല. അത് ഫോണില് ബാലൻസ് തീർന്നു പോയി. ലാൻഡ് ലൈൻ ഫോണിൽ ബാലൻസ് തീർന്നു പോയോ? ബില്ലടയ്ക്കാത്തോണ്ടേ കണക്ഷൻ കട്ട് ചെയ്തു. ആദ്യം അമ്മയുടെ കഴുത്താ കട്ട് ചെയ്യണ്ടേ. എന്തൊക്കെയോ വിളിച്ചു പറയുവാ. എന്തിനാ മോളെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ. അമ്മ അന്ന് കാണിച്ച് പണിക്കണ്ടല്ലോ. ഞാൻ എത്ര പേടിച്ചു പോയെന്നറിയോ? ദൈവഭാഗ്യം കൊണ്ട് ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്തെങ്കിലും നടന്നിരുന്നെങ്കിലോ? എന്നുവെച്ചാ അപ്പൊ ഒന്നും നടന്നില്ലേ? എന്താ അമ്മയ്ക്ക് എന്തിനാ ഇത്ര സങ്കടം? അങ്ങനെയല്ലേ വസു, ആദ്യ രാത്രിയിൽ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാ. അമ്മ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാ ഉണ്ണിക്ക് വേണ്ടി മാത്രം കല്യാണം കഴിച്ചത്, അതുപോലെ അദ്ദേഹവും അനുവിനും കീർത്തിക്കും വേണ്ടിയാ കല്യാണം കഴിച്ചത്. ഞങ്ങൾ അമ്മയും അച്ഛനും ആണെന്നല്ലാതെ ഭാര്യയും ഭർത്താവും അല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. അഭി എന്ത് കാര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞേ? എന്നെ നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലല്ലോ. അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. ഓ, അങ്ങനെയായോ? ഞങ്ങളൊക്കെ കുറഞ്ഞതും അഭി വലിയ ആളും ആയി. ഇങ്ങോട്ട് നോക്കിയേ. ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോവും. ഓ, പോയിക്കോളൂ. ഇതതിന് നിന്റെ വീടല്ലല്ലോ, അതല്ലേ നിന്റെ വീട്. ദേ നോക്കമ്മേ, ഈ ഓവർ ആക്ഷനാ വേണ്ടെന്ന് പറഞ്ഞത്. അമ്മയെക്കാളും അച്ഛൻ എത്രയോ ബെറ്ററാ. സൈലന്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അതെ, ഇനി ഞാനും അച്ഛനെ പോലെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ ഇത് പറ്റില്ലല്ലോ. എന്തെങ്കിലും സംസാരിച്ചോണ്ടേ ഇരിക്കുമല്ലോ. ശരി, ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. വേഗം കൊണ്ടുപോയി വെള്ളം കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ കോഫി എടുക്കാം.
സോറി കുറച്ച് ലേറ്റായി. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. ഇനി മുതൽ ഈ താങ്ക്സ് ഒന്നും വേണ്ട.